Good afternoon all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Okay, class start ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ? വായിച്ചായിരുന്നു നിങ്ങൾ താഴെയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചോ? എത്ര പേര് വായിച്ചു നോക്കി? വായിച്ചു. Then വായിച്ചിട്ട് അല്ലെ ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് വായിക്കുമ്പോ എന്താ പറയാ പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. Then പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ. Then തേർഡ് ഫോർത്ത് മൊഡ്യൂള് കുറച്ച് നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിക്കാണും അല്ലെ? തോന്നിയില്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയോ? ചില ചാപ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴേ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെ അല്ല അല്ലെ? കുറച്ചധികം പഠിക്കാനുണ്ട്, ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, നമ്മൾ കുറച്ച് എഫോർട്ട് എടുക്കണം. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എടുത്ത പോലെ അല്ല, അതിലും കൂടി കുറച്ചും കൂടി കൂടുതൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ എഫോർട്ട് എടുക്കുന്നതായിട്ട് വരും. ഓക്കെ, അത് ഏതൊരു കോഴ്സ് എടുത്താലും അങ്ങനെയല്ലേ? ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ഈസി ആയിട്ട് പോകും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ട് മാറും ഒരു ആവറേജ് അല്ലെ? സോ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റൂ. ദെൻ നോക്കാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസിൽ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? 4 types റിസോഴ്സസ് ഇൻ ഓർഗനൈസേഷൻ. സെക്കൻഡ് പാരഗ്രാഫ്, ഫസ്റ്റ് 2 പാരഗ്രാഫ് നമ്മൾ എടുത്തു. ഇനി ചോദിക്കട്ടെ അതില് 4 types റിസോഴ്സസ് ഏതൊക്കെയായിരുന്നു? 4M എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? 4M ഏതൊക്കെയായിരുന്നു? 4M മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഓക്കെ, ഓർമ്മയുണ്ട് അല്ലെ? ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ഈ ഒരു കംപ്ലീറ്റ് ആ ഒരു ഫസ്റ്റ് പേജിൽ മൊത്തം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് തരാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. As a result, the managers have a prime responsibility not only for the behavior and performance of other people but also of their own department. ഇപ്പൊ ഒരു മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പീപ്പിൾസിനെ മീൻസ് മാനേജറിന്റെ കീഴിലുള്ള സ്റ്റാഫുകളെ അവരുടെ ബിഹേവിയറും അവരുടെ പെർഫോമൻസും നോക്കുക എന്നത് മാത്രമല്ല their own department, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇപ്പൊ നമ്മള് ഏതൊരു സ്ഥാപനത്തിലായിക്കൊള്ളട്ടെ, ഇപ്പോ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളട്ടെ, അതിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും, ഒരു മാനേജർ ഉണ്ടാവും. മാനേജറിന്റെ ഡ്യൂട്ടി എന്താണ്? ആ മാനേജർ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ മാനേജറിന്റെ ഡ്യൂട്ടി ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ്, അവിടുത്തെ വ്യക്തികളുടെ വർക്ക് എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആ മാനേജർക്കായിരിക്കും. The greater the commitment of members to organizational goals, the greater is degree of effectiveness with which organization works. ഇതോടെ പറയുന്നത് അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളോടുള്ള ആ ഒരു മെമ്പേഴ്സിന്റെ ഒരു പ്രതിബദ്ധത കൂടുന്തോറും ആ ഒരു സ്ഥാപനത്തിന്റെ കാര്യം ഇഫക്റ്റീവ്നെസ്സും വർദ്ധിക്കും. അതായത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എളുപ്പം പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾക്ക് ആ ഒരു സ്ഥാപനത്തോടുള്ള മീൻസ് ചിലപ്പോ നമുക്ക് അവിടെ നിന്ന് നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന് ആവശ്യത്തിനുള്ള നല്ല ബെനഫിറ്റ്സുകളൊക്കെ ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ അവിടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കംഫോർട്ടബിൾ ആണ് എങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് നമ്മളുടെ മാക്സിമം പെർഫോമൻസ് നമ്മൾ ആ സ്ഥാപനത്തിൽ ചെയ്യും. ചെയ്യില്ല? നിങ്ങൾ ചെയ്യോ? വർക്ക് ചെയ്തവരാരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? ആരുമില്ല? ആരുമില്ല വർക്ക് ചെയ്യുന്നവര്? എല്ലാവരും സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചെയ്യും, നമ്മൾ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ നല്ലൊരു പൊസിഷനിലൊക്കെ നിങ്ങൾ കയറും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്നുണ്ട്, ബെനഫിറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസിന് ആ ഒരു കമ്പനീനെ നല്ല രീതിയിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ മാക്സിമം പെർഫോമൻസ് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യും, വർക്ക് ചെയ്യും. ചെയ്യാറില്ലേ? ചെയ്യില്ല? നമുക്ക് എല്ലാ തരത്തിലും സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വർക്ക് ചെയ്യും നല്ല രീതിയിൽ. സോ
ആ ഒരു അംഗങ്ങളുടെ മെമ്പേഴ്സിന്റെ പ്രതിബദ്ധത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യും എന്നുള്ളത്. സോ ആ ഒരു എംപ്ലോയീസിന്റെ മെമ്പേഴ്സിന്റെ വർക്ക് കൂടുന്നതനുസരിച്ച് ആ ഒരു സ്ഥാപനത്തിന് നല്ലൊരു ഇഫക്റ്റീവ്നെസ്, സ്ഥാപനത്തിനും അതനുസരിച്ചിട്ട് നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. Human resource or people at work are major component of an organization. Underline ചെയ്യാം. Human resource or people at work are the major component of an organization. ഒരു ഓർഗനൈസേഷന്റെ മെയിൻ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓർ പീപ്പിൾ അറ്റ് വർക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മനുഷ്യ വിഭവങ്ങളാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ മറ്റൊരുപാട് ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ടാകും അല്ലെ. ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകാം, മെഷീനറി ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഉണ്ടാകും. പക്ഷെ ഇതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സസിനാണ്. It is this human resources which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical or economic. So ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും സക്സസിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലേ. അപ്പോ എന്താ പറയാ, ഇനി സംഘടന ഒരു മിക്ക പ്രശ്നങ്ങളും ഒരു ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള, ടെക്നിക്കൽ ആയിട്ടുള്ള, ഇക്കണോമിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലുപരി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാലോ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ, മനുഷ്യനും സമൂഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് മിക്ക ഓർഗനൈസേഷൻസിലും ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. The individual who are workplace show not only similar behavior patterns and characteristics to a certain degree, but they also show many difference in behavior. Each individual who works has its own set of needs, drives, goals and experience. Like നമുക്കറിയാം, ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരേ ക്യാരക്ടർ ആയിരിക്കോ, ഒരേ ബിഹേവിയർ ആയിരിക്കോ? ആണോ? നിങ്ങളുടെ ബിഹേവിയർ തന്നെയാണോ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ബിഹേവിയർ? അതുപോലെ തന്നെ ആയിരിക്കോ? ഇല്ല, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പോ ഒരു സ്ഥാപനത്തില് വ്യക്തികളുടെ പെരുമാറ്റ രീതിയും സവിശേഷതകളൊക്കെ ഒരേപോലെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നതിലൊക്കെ ചിലപ്പോൾ ഒരേപോലെ വർക്ക് ചെയ്യും. പക്ഷെ അതേ ടൈമില് ഡിഫറെന്റ് വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏകദേശം എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യും അല്ലെ, ഒരുപോലെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ചില ടൈമില് ഡിഫറൻസും ഉണ്ടായിരിക്കും അവരുടെ ബിഹേവിയറിൽ. Each individual who works has its own set of needs, drives, goals and experience. അല്ലെ, എന്താ ഇവിടെ പറയുന്നത്? അതായത് ഓരോ മനുഷ്യരും വർക്ക് ചെയ്യുന്നത് അവന്റെ ആവശ്യങ്ങൾക്കും അവന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും എക്സ്പീരിയൻസും എല്ലാവരുടെയും ആവശ്യങ്ങളും ഒരുപോലെയല്ല. Then each human being is a product of his biological inheritance as well as result of interaction with his environment. ഓരോ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ജൈവിക പാരമ്പര്യത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയുമായിട്ടുള്ള ഇടപെടലിന്റെ ഫലമാണ്. പാരമ്പര്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ദെൻ അവന് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും കുറെ കാര്യങ്ങളുണ്ട്. Then people come to the workplace with some specific motives, like to earn money, to get employment, to have better prospects or in future, to be treated as a human being. അല്ലെ, അപ്പൊ നമ്മൾ ഓരോരുത്തരും പീപ്പിൾ കം ടു വർക്ക് പ്ലേസ്. എന്തിനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്? നിങ്ങൾ പറഞ്ഞു നമുക്ക് ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് ജയിച്ച് നമ്മള് എന്താ പറയാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറണം ഫ്യൂച്ചറിൽ അല്ലെ. നിങ്ങൾ എല്ലാവർക്കും ജോലിക്ക് കയറണം എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നത്? മണി. ഓക്കെ, ഒരു കാര്യം മണിയാണ് അല്ലെ, നമുക്ക് പൈസ വേണം. വെറുതെ എന്താ പറയാ സേവനത്തിന് വേണ്ടിയിട്ട് ആരും ജോലിക്ക് പോണില്ലല്ലോ. അങ്ങനെയാണോ? സാലറി, മണി വേണം നമുക്ക്. വേറെ എന്താണ് വേണ്ടത്? ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, നമുക്ക് ജോലി വേണം അല്ലെ. നല്ലൊരു പൊസിഷൻ വേണം സമൂഹത്തിൽ. നല്ലൊരു പൊസിഷൻ വേണമെങ്കിൽ നമുക്കൊരു ജോലി വേണം. ബെറ്റർ പ്രോസ്പെക്ട്സ്, നമുക്ക് നല്ലൊരു നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ബെറ്റർ ആക്കണം. ഇതിനൊക്കെ എന്ത് വേണം? ജോലി വേണം, പൈസ വേണം അല്ലെ. ഇതൊക്കെ വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നാം ഓരോരുത്തരും വർക്ക് പ്ലേസിലോട്ട് പോകുന്നത്. Then they sell their labor for reasonable wage, salary and other benefits. അല്ലെ, നമ്മള്
സാലറിക്കും ബെനഫിറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ലേബർ, നമ്മുടെ അധ്വാനം നമ്മൾ വിൽക്കുകയാണ് ചെയ്തത് അല്ലെ. നമ്മൾ വർക്ക് ചെയ്യാതെ വെറുതെ ശമ്പളം തരുവാൻ ആരെങ്കിലും, നമ്മൾ ഏതെങ്കിലും വിധത്തില് ഇപ്പൊ ഏത് ജോബ് ആണെങ്കിലും അതിന് വർക്ക് ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അധ്വാനിക്കാതെ സാലറി തരുമോ? മാസം മാസം അക്കൗണ്ടിലോട്ട് സാലറി ഏതെങ്കിലും കമ്പനി ഇടോ അധ്വാനിക്കാതെ? ഇല്ല അല്ലെ. അത് പലതരത്തിലുള്ള അധ്വാനങ്ങൾ അല്ലെ, പലതരത്തിലുള്ള രീതി. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കണം അല്ലെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഒരു 1 മന്തിൽ സാലറി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കണം, വർക്ക് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ മറ്റേത് ജോബ് എടുക്കുകയാണെങ്കിലും നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ ലേബർ ആണ്, നമ്മുടെ ലേബർ കൊണ്ടാണ് നമുക്ക് ആ ഒരു സാലറിയും ബെനഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. These people provide the knowledge and much of energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organizational but also employee and self needs. So management എന്ത് ചെയ്യണം? ഓർഗനൈസേഷന്റെ ലക്ഷ്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് അവിടെയുള്ള എംപ്ലോയീസിന്റെ നീഡ്സും കൂടി നോക്കണം. കാരണം എംപ്ലോയീസ് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന് ഇഫക്റ്റീവ് ആവാനായിട്ട് സാധിക്കുള്ളൂ. ബെറ്റർ ആവണമെങ്കിൽ, നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? എംപ്ലോയി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണം. സോ എംപ്ലോയീസ് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് എന്ത് വേണം? എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും കൂടി പരിഗണിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പാരഗ്രാഫ്? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ ബാക്കിയുള്ളവര്? ഇവിടെ ഇല്ലേ ക്ലാസ്സില്? ഉറക്കത്തിലാണോ? കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മള് എന്താ പറയാ, ബോറാണെങ്കിൽ നമ്മളത് പഠിക്കണം. നമ്മളാണ് തീരുമാനിക്കുന്നത് ബോറാണോ അല്ലയോ എന്നൊക്കെ അല്ലെ. സോ പഠിക്കാട്ടോ. ബോറിംഗ് ഉണ്ടോ? ഞാൻ മാക്സിമം ഒരുപാട് ബോറടിപ്പിക്കാത്ത രീതിയിൽ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി പറയണമെന്നില്ല. മെയിൻ ആയിട്ടുള്ള എക്സാക്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദെൻ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ട് ഞാൻ അതിനെ സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? മനസ്സിലാക്കാൻ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നമ്മൾ ആ ഒരു ചാപ്റ്ററിലോട്ട് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഏത് ചാപ്റ്റർ എടുക്കുമ്പോൾ അങ്ങനെയല്ലേ, നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷനെ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയും നമ്മള് അല്ലെ. അത് സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ഒരു എന്താ പറയാ, ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു ഔട്ട്ലൈൻ കിട്ടണമല്ലോ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അല്ലെ. അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം മാക്സിമം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ചെയ്ത് വായിച്ചില്ല ഒരു പാരഗ്രാഫ്? Then
നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് ജോബ് ഇൻ എ മാനേജിങ് പീപ്പിൾ ബിക്കോസ് ഓഫ് ഡൈനാമിക് നേച്ചർ ഓഫ് പീപ്പിൾ അല്ലെ. സോ ഒരു എംപ്ലോയീസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ചിങ് ജോബാണ് അല്ലെ. ഒരുപാട് ഒരു വ്യക്തിയെ തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന മറ്റു സ്റ്റാഫുകളെ ഈ എല്ലാ എംപ്ലോയീസിനെയും കൂടി മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഡൈനാമിക് നേച്ചർ ഓഫ് പീപ്പിൾ. നമ്മൾ പറഞ്ഞു എല്ലാ വ്യക്തികളും ഒരേ സ്വഭാവം അല്ല അല്ലെ. നോ ടു പീപ്പിൾ ആർ അലൈക്ക്. രണ്ട് വ്യക്തികൾ ഒരുപോലെ ക്യാരക്ടർ ആയിട്ടുള്ളവരല്ല. പീപ്പിൾ cannot be operated like a machine or shifted and altered like a template in a room layout. ജസ്റ്റ് ഒരു ഉപമിച്ചേക്കണേണ് കേട്ടോ. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പീപ്പിൾ ജനങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണ പോലെ അവര് നമുക്ക് കാര്യങ്ങളൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു റൂമില് ടെംപ്ലേറ്റ് ലേഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലും നമ്മൾ റൂമിലൊക്കെ. അതുപോലെ ഈ വ്യക്തികളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് പോലെ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ലാന്ന്. സോ അതുകൊണ്ട് ഈ ഒരു മാനേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ജോബാണ് മാനേജർ. Therefore need tactful handling by management personnel. സോ നമ്മൾ ടാക്ട്ഫുൾ ആയിട്ട് ഒരു തന്ത്രപരമായിട്ട് വേണം പേഴ്സണൽസിനെ മാനേജ്മെന്റ് ഡീൽ ചെയ്യാനായിട്ട്. മാൻ പവർ മാനേജ്മെന്റ് ഈസ് a most pivotal job because managing people is the heart and essence of being a manager. So മാനേജറിന്റെ manpower management എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണെന്ന്. മീൻസ് അവന്റെ ഒരു ഹൃദയവും സത്തും ഇതെല്ലാം അതിലാണ്. മീൻസ് അതൊരു അത്രയും വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യുക. പല സ്വഭാവക്കാരായിട്ടുള്ള വ്യക്തികളായിരിക്കും. then അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം വ്യത്യാസം ഉണ്ടാകും അല്ലെ. സോ ഇങ്ങനെയുള്ള വ്യക്തികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ റിസ്ക് ഉള്ള ഒരു ജോബാണ്. then unless the human element is taken into consideration a business cannot succeed അല്ലെ. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് സക്സീഡ് ആവണമെങ്കിൽ ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു എലമെന്റ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞത് അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. സോ മനുഷ്യൻ എന്നുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഇല്ല എങ്കിൽ ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പാരഗ്രാഫ് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ പാരഗ്രാഫ്? ഓക്കെ, ദെൻ ഇപ്പോ ഇൻട്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്? There are 3 standpoints. 3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന പേരുകൾ മാത്രം ഒന്ന് നോക്കാം. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, ദെൻ
significance for individual enterprise. സോഷ്യൽ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു സാമൂഹ്യപരമായിട്ടുള്ള ഒരു ആവശ്യകത സിഗ്നിഫിക്കൻസ് ഉണ്ട്. നോക്കാം. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസ് ദെയർ ഡിഗ്നിറ്റി ആൻഡ് സാറ്റിസ്ഫൈ ദെയർ സോഷ്യൽ നീഡ്സ്. പ്രോപ്പർ ആയിട്ടുള്ള, അതായത് പേഴ്സണൽസിന് എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അവർക്ക് ഉണ്ട് എങ്കിൽ അവരുടെ ഡിഗ്നിറ്റി മീൻസ് സമൂഹത്തിലെ അവരുടെ ആവശ്യങ്ങള് സോഷ്യൽ നീഡ്സുകൾ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്റി, അവർക്കൊരു അന്തസ് ഉണ്ടായിരിക്കുന്നു, ഒരു ഡിഗ്നിറ്റി അവർക്ക് ലഭിക്കും. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് കൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്, ആവശ്യകത എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആവശ്യകത എന്താണ്? By facilitating healthy working environment, it promotes teamwork in employees. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസും ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷനും വർദ്ധിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോൾസ് ബൈ creating right attitude among the employees through effective motivation. അതായത് മോട്ടിവേഷനിലൂടെ എംപ്ലോയീസിന്റെ ഇടയിൽ ശരിയായിട്ടുള്ള ഒരു മനോഭാവം, ശരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കൊടുത്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് ട്രെയിനിങ്സ് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് പെർഫോമൻസ് അവരുടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അതുവഴി ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനും ഹെൽപ്പ് ചെയ്യുന്നു. മൂന്ന് ഇമ്പോർട്ടൻസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ. ക്ലിയർ ആണോ? മൂന്നെണ്ണം പോയിന്റ്സുകൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വായിച്ചു നോക്കുക കേട്ടോ പോയിന്റ്സുകൾ. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇപ്പോ എംപ്ലോയീസിന് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുക. ആ മോട്ടിവേഷനിലൂടെ അവർക്ക് ശരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കിട്ടുകയും അതുവഴി അവർക്ക് ഓർഗനൈസേഷന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും ഓർഗനൈസേഷന് നമ്മൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാനും അതുവഴി ഹെൽപ്പ് ചെയ്യുന്നു. വായിച്ചോ പോയിന്റ്സ് ഇമ്പോർട്ടൻസ്? ഇനി നമ്മൾ നോക്കുന്നത് ഒരു ടേബിൾ ആണ്. ടേബിളിൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് തമ്മിലുള്ള കുറച്ച് കമ്പാരിസൺ ആണ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പഴയ ഓൾഡ് കൺസെപ്റ്റിന്റെ കാര്യങ്ങളാണ്. ഓക്കെ, രണ്ടും ഒന്ന് കമ്പാരിസൺ ചെയ്ത് നമുക്കൊന്ന് പറയാം. പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് നമുക്ക് കമ്പാരിസൺ ചെയ്ത് പറയാം.
ഓരോന്നായിട്ട് പറയണ്ടല്ലോ, ഒന്നിച്ച് പറയട്ടെ, അങ്ങനെയല്ലേ പഠിക്കാനായിട്ട് എളുപ്പം? അങ്ങനെ മതിയോ? സെപ്പറേറ്റ് ചെയ്ത് പറയണ്ടല്ലോ, ഒന്നിച്ച് കമ്പയർ ചെയ്ത് പറയാം, മതിയോ? ഓക്കെ, എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നാണോ? അതാണോ ഒന്നും വിടാത്തത്? കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പം തോന്നുന്നു. ഓക്കെ, നോക്കാം കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്, മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ്. Then human resource എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അതിൽ എല്ലാവരെയും ഇൻക്ലൂഡഡ് ആണ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻസ് തമ്മിലുള്ള മാനേജ്മെന്റ്, ട്രേഡ് യൂണിയൻസ് തമ്മിലുള്ള റിലേഷൻ ആണ്. Then human resource എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ളത്. പേഴ്സണൽ ഏതായിരുന്നു? ട്രേഡ് യൂണിയനും മാനേജ്മെന്റും. HR എന്ന് പറയുന്നത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ളത്. Then പേഴ്സണൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്, ലോവർ ലെവലിലുള്ള സ്റ്റാഫുകളേക്ക് മാനേജ് ചെയ്യുന്നു. Then HRM എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്, എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യുന്നു. Then പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ്. Then HRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. കമ്പയർ ചെയ്തിട്ട് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? 4 പോയിന്റ്സുകളുള്ളൂ, 4 ഓർത്ത് വെക്കാം. ഒന്ന് മെഷീൻ ഓപ്പറേറ്റേഴ്സ്, ദെൻ ഡിസിഷൻ മേക്കർ, ദെൻ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും ആണ്, ഇവിടെ എംപ്ലോയറും എംപ്ലോയിയുമാണ്. ദെൻ ലോവർ ലെവൽ സ്റ്റാഫ് ആണ്, ഓൾ ലെവൽ സ്റ്റാഫിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു. ദെൻ PM എന്ന് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ്, HRM എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? ടേബിള് ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ, ടേബിൾ പഠിക്കാനുണ്ട്. ദെൻ ടേബിളിൽ തന്നെ വീണ്ടും എന്താ പറയാ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി താഴോട്ട് പഠിക്കാനായിട്ടുണ്ട്. 2 ടൈപ്പും, അതായത് പേഴ്സണൽ മാനേജ്മെന്റും ദെൻ ഹ്യൂമൻ റിസോഴ്സിന്റെയും പഠിക്കാനായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ടേബിൾ നമ്മൾ ഏറ്റവും അത് ഷോർട്ട് ആക്കി തന്നിരിക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമുക്കുണ്ട്. ടേബിൾ ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയോ? ടേബിള് മനസ്സിലാക്കി വായിക്കുക കേട്ടോ. കമ്പയർ ചെയ്ത് തന്നെ വായിക്കുക കേട്ടോ. വായിക്കുമ്പോ നിങ്ങൾ ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഡെഫിനിഷൻ. പേഴ്സണൽ മാനേജ്മെന്റിനെ കുറച്ച് ഡെഫിനേഷൻസുകളാണ് താഴെ പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and use of manpower as distinguished from other source of power. എന്താണ് പറയുന്നത്? അതായത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻസുകളാണ്. അതായത് മറ്റ് സ്രോതസ്സുകളിൽ നിന്നും, അതർ സോഴ്സസ് ഓഫ് പവർ,
മറ്റു സ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യ മീൻസ് മാൻ പവറിനാണ് നമ്മളോട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. മനുഷ്യശക്തിയുടെ ഫലപ്രദമായിട്ടുള്ള ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോളും ഉപയോഗവും ആ ഒരു മനുഷ്യന്റെ മാൻ പവറിന് മാത്രം നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റു സ്രോതസ്സുകളെക്കാളും ഉപരിയായിട്ട് മാൻ പവറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാൻ പവറിനാണ് അവിടെ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി രണ്ട് വ്യക്തികളുടെയാണ് കേട്ടോ പറയുന്നത്. ഈ രണ്ട് പേഴ്സൺസ് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പേരുകളൊന്ന് പഠിച്ചു വെക്കണം ആ വ്യക്തികളുടെ. എഡ്വിൻ ഫ്ലിപ്പോ പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. എഡ്വിൻ ഫ്ലിപ്പോ states personal management is the planning, organizing, directing, controlling of procurement, development, compensation, integration, maintenance, and separation of human resources to the end that individual, organizational, and social objectives are fulfilled. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. നോക്കാം. അതായത് എഡ്വിൻ ഫ്ലിപ്പോ പറയുന്നത് ഹ്യൂമൻ ഇൻഡിവിജ്വലിന്റെ ഓർഗനൈസേഷണൽ സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് ആർ ഫുൾഫിൽഡ്. അതായത് വ്യക്തിഗത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ആയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സാമൂഹിക സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് സാമൂഹികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യവിഭവങ്ങളുടെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം, ഡെവലപ്മെന്റ് വികസനം, then compensation, integration സംയോജനം, then maintenance, then separation. അപ്പൊ മനുഷ്യവിഭവങ്ങളുടെ ഇന്റഗ്രേഷനും പ്രൊക്യൂർമെന്റും ഡെവലപ്മെന്റും എന്നിവയുടെ എല്ലാം ആസൂത്രണത്തെയാണ് എന്ത് വിളിക്കാം? പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പോ പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എഡ്വിൻ ഫ്ലിപ്പോന്റെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് കംപ്ലീറ്റ് ഒന്നും പഠിക്കണ്ട, ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ഫ്ലിപ്പോ പറയുന്നത് കുറേ കാര്യങ്ങളാണ്, പോയിന്റ്സുകളാണെന്ന് ഓർത്ത് വെക്കുക. പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ഫ്ലിപ്പോ. ഓക്കെ, അങ്ങനെ ഒന്ന് നിങ്ങൾ തന്നെ എളുപ്പം പഠിക്കാനായിട്ടുള്ള ജസ്റ്റ് ഒരു കോഡ് പോലെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അല്ലാതെ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയിൽ അത് നിലനിൽക്കില്ല. സോ എന്ത് ചെയ്യാം? എളുപ്പം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയാ കോഡാണെങ്കിലോ കോഡ് വെച്ചിട്ടൊക്കെ ഒന്ന് പഠിച്ചു പോകാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ എഡ്വിൻ ഫ്ലിപ്പോന്റെ പറയുന്നത്. ഇനി അടുത്തൊരു ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡൺ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. The personal management is the process of attracting, holding, and motivating people that involves all managers, line, and staff. അല്ലെ, അതായത് എന്താണ് പറയുന്നത്? ഫ്ലിപ്പോ പറയുന്നത്, സോറി സ്റ്റീഫൻ ഡൺ പറയുന്നത് എല്ലാ മാനേജർമാരുടെയും അല്ലെ, the personal management is the process of attracting, holding, motivating people that involves all managers, line, and staff. എല്ലാ മാനേജർമാരുടെയും സ്റ്റാഫുകളുടെയും പങ്കാളിത്തത്തോടെ മീൻസ് അവരെ ആകർഷിക്കാനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പ്രക്രിയ. അതായത് സ്റ്റാഫുകളെയും മറ്റുള്ളവരെ അവരെ മീൻസ് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. Then attracting people, എങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്? By offering suitable monetary and non-monetary rewards. ബെനഫിറ്റ്സുകളും റിവാർഡ്സുകളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. Then holding ചെയ്യുന്നത് എങ്ങനെയാ? Holding or retaining by improving work environment. എൻവയോൺമെന്റ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ആളുകളെ എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഒരു സ്ഥാപനത്തിന് നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ടാർഗറ്റ് ഒന്നുമില്ല. ദെൻ നമുക്ക് നല്ലൊരു വർക്കിംഗ് ടൈം നല്ല ടൈമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള എൻവയോൺമെന്റ് ആണെങ്കിലും നല്ലൊരു എൻവയോൺമെന്റ് ആണ്. കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അവിടെ തന്നെ മാക്സിമം നിൽക്കാൻ നോക്കും. വേറെ ജോലി നോക്കി പോകും നിങ്ങള് കംഫോർട്ട് ആണ്, സാലറി ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, വർക്കിംഗ് ടൈം ഓക്കെയാണ്, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ദെൻ മറ്റ് സ്റ്റാഫുകളെ കൊളീഗ്സ് ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവുകയാണെങ്കിൽ മാക്സിമം നമ്മൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്യാൻ നോക്കില്ലേ? അങ്ങനെയല്ലേ നോക്കാറ്? നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആണ്. സാലറി ഇല്ല, ബെനിഫിറ്റ് ഇല്ല, ദെൻ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ഒന്നും ഇല്ല, ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ജോബ് നോക്കും അല്ലെ.
സോ ഹോൾഡ് ചെയ്യാനായിട്ട് നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then motivating. By following progresses, practices, human policies to create personal satisfaction to the employee. മോട്ടിവേഷന് വേണ്ടിയിട്ട് പുതിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള പ്രാക്ടീസസുകളും പോളിസീസുകളും കൊണ്ടുവരും. മീൻസ് എംപ്ലോയീസിന് ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ കൊടുക്കുക. സോ അവരെ അതുവഴി മോട്ടിവേറ്റ് ആക്കുക. ഓക്കെ, ഡെഫിനീഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. രണ്ട് വ്യക്തികളുടെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പേരുകൾ ഓർത്ത് വെക്കണം. പഠിച്ചു നോക്കിയോ? Okay, the next one, definition നമ്മൾ complete ചെയ്തു. Characteristics and qualities of a personal manager. So, ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. Personal manager must be specialized in an organization theory and likely be an effective advisor to top management in organizational matters, as well as being able to organize his own department. So, effective ആയിട്ടുള്ള advisor ആയിരിക്കണം ടോപ്പ് മാനേജ്മെന്റിന്റെ ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് മാനേജ്മെന്റിന്റെ നിലയിൽ നല്ലൊരു അഡ്വൈസർ ആയിരിക്കണം. ഹിസ് ഓൺ ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസർ ആയിരിക്കണം. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകളെ അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. He should be really expertise in personal administration. Personal administration എന്നുള്ള എക്സ്പെർട്ടൈസ് ആയിരിക്കണം. With knowledge of relevant laws, നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. റെലവന്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രൊസീജിയേഴ്സും ടെക്നിക്സുകളും പുതിയ പുതിയ ടെക്നിക്സുകളും പ്രൊസീജിയേഴ്സുകളും അറിഞ്ഞിരിക്കണം. Then he should have an ample knowledge of behavioral science. Behavioral science ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. എന്താ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയിൽ പല വ്യക്തികളുണ്ട്, ഡൈനാമിക് ക്യാരക്ടർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഒരാളിൽ നിന്നും ഒരാളുടെ സ്വഭാവം വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. സോ ഒരു ബിഹേവിയറൽ സയൻസ് എല്ലാവരെയും അവരുടെ ബിഹേവിയറിൽ അനുസരിച്ച് അവരോട് പെരുമാറാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു അറിവ് ഉണ്ടായിരിക്കണം. He must have an acute sense of social justice.
ഒരു സാമൂഹ്യ നീതി ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുക. We fully appreciate of rights and interest of men and women at work. എല്ലാവരെയും ഒരു ഓർഗനൈസേഷൻസിൽ മെൻ ഉണ്ടാവും വുമൺ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇവരെല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാനായിട്ടുള്ള ഒരു കഴിവ് വേണം. as well as of the economic necessities of management. മാനേജ്മെന്റിന്റെ ഇക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. Then he should be capable of creative thinking. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കേപ്പബിൾ കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ അടുത്ത് നമുക്ക് വായിക്കാം, സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് വായിക്കാം കേട്ടോ. കേപ്പബിൾ ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. Okay, then അടുത്ത characteristics നോക്കാം. He should have knowledge in problem solving techniques. ഇപ്പോ ഒരു എംപ്ലോയീസിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സുകൾ അറിഞ്ഞിരിക്കണം. Then he should be capable of leadership. ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരു ലീഡർ എന്ന നിലയിൽ അല്ലെ അത്രയും മെമ്പേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Then he should be a friendly, tactful and approachable nature. Means he should ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാക്ട്ഫുൾ മീൻസ് ഒരു തന്ത്രപരമായ ഒരു അപ്രോച്ചബിൾ നേച്ചർ ആയിരിക്കണം. ഫ്രണ്ട്ലി ആയിരിക്കണം എങ്കിലോ തന്ത്രപരമായിട്ടും ഒക്കെ മാനേജ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം. Then he should initiative and decision making ability. കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാനും then decision making തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. He should be able to generate trust among his colleagues. അത് അവരുടെ കൊളീഗ്സിന്റെ ഇടയിൽ നല്ലൊരു ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് വിശ്വാസം എന്താ പറയാ വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. Then he should be ready to cooperate with the subordinates in time of difficulty. സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ടൈംസിൽ അവരോടൊപ്പം നിന്ന് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും കഴിവുണ്ടായിരിക്കണം. Then he should be prompt enough to give them feedback in their handling of personal matters whenever necessary in the interest of functioning of organization, establish personal policies of organization. അതായത് ഫീഡ്ബാക്ക് മീൻസ് ഓരോ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ പേഴ്സണലിന്റെ മാറ്റേഴ്സ് എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഒരു പോളിസികളും നയങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒരു പേഴ്സണൽ മാനേജറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഇത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എല്ലാ പോയിന്റ്സും ടോട്ടൽ ആയിട്ടൊന്ന് വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? പോയിന്റ്സുകള്, ക്യാരക്ടറിസ്റ്റിക്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമ്മളൊന്ന് എടുത്തത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് നോക്കി. പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടൻസ് ആണ്: സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. പിന്നെ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിൾ നമ്മൾ നോക്കി. ഇമ്പോർട്ടന്റ് ആണ് ടേബിള്. അപ്പൊ അതില് പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്, HR എന്നുള്ളത് എന്താണ്, രണ്ടും ഓരോ പോയിന്റ്സ് ഉള്ളത് നമ്മൾ കമ്പാരിസൺ ചെയ്ത് പഠിക്കണം. പിന്നെ നമ്മൾ ഡെഫിനേഷൻസ് ആണ് നോക്കിയത്. 2 വ്യക്തികളുടെ ഡെഫിനേഷൻസുകള്, എഡ്വിൻ ഫ്രിപ്പോ പറയുന്നതും അതുപോലെ തന്നെ എന്താണ് സ്റ്റീഫൻ ദറിന്റെ ഡെഫിനേഷൻ. സോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കിയത്. ഒരു പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അല്ലെ, നമ്മൾ പറഞ്ഞു. ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ള കഴിവ് വേണം, പ്രോബ്ലം സോൾവിങ് വേണം, ലീഡർഷിപ്പ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ടാക്ട്ഫുൾ ആയിരിക്കണം, കൊളീഗ്സിന് ട്രസ്റ്റ്, കൊളീഗ്സിന്റെ വിശ്വാസം നേടിയെടുക്കണം, സബോർഡിനേറ്റുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, ദെൻ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ഒപ്പം നിന്നോ തിരിച്ച് പ്രവർത്തിക്കണം അല്ലെ. ഇങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്, അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ്. വീണ്ടും പേഴ്സണൽ റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാ കിടക്കുന്നത്? പേഴ്സണൽ മാനേജർ തന്നെയാണോ എന്ന് നോക്കി. റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ എന്നാണോ ടെക്സ്റ്റില്? അല്ല, റോൾ ഓഫ് എ പേഴ്സണൽ എന്ന് മാത്രമുള്ളൂ. എങ്ങനെയാ ടെക്സ്റ്റിൽ കിടക്കുന്നത്? പേഴ്സണൽ എന്നാണോ? ഓക്കെ, പേഴ്സണൽ കഴിഞ്ഞിട്ടൊന്ന് മാനേജർ എന്നും കൂടി എഴുതിക്കോളൂ കേട്ടോ. പേഴ്സണൽ മാനേജറിന്റെ റോളാണ് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. മാനേജറിൽ നിന്ന് എഴുതി ചേർക്കാം. ഇപ്പൊ തന്നെ എഴുതി ചേർത്തോളൂ കേട്ടോ. റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. ഓക്കെ, അപ്പൊ നമ്മള് ക്വാളിറ്റീസും അതുപോലെ തന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു പേഴ്സണൽ മാനേജറിന്റെ. ഇനി അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരുപാട് റോൾ അദ്ദേഹത്തിനുണ്ട് അല്ലെ. കൊളീഗ്സിനെയും സബോർഡിനേറ്റ്സിനെ ഒക്കെ മാനേജ് ചെയ്യണം, പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യണം അല്ലെ, ദെൻ പോളിസികളും ഇംപ്ലിമെന്റേഷൻസുകളൊക്കെ കൊണ്ടുവരണം. സോ റോൾ ഓഫ് ഇങ്ങനെയുള്ള ഒരുപാട് റോള് ഈ പേഴ്സണൽ മാനേജർക്ക് ഉണ്ട്. അതിന് നമ്മൾ ഒന്ന് ടോട്ടൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ടേബിളില്. പേഴ്സണൽ ആയിട്ടുള്ള റോളുകൾ എന്തൊക്കെയാണ്, വെൽഫെയർ റോൾ എന്തൊക്കെയാണ്, ക്ലറിക്കൽ റോളുകള്, ദെൻ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ, പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അതിനൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള റോൾ എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ റോളുകളും പറഞ്ഞിരിക്കുന്നത് ടേബിളിൽ. അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള റോൾസുകള്, വെൽഫെയർ ആയിട്ടുള്ള റോൾസുകൾ കുറച്ചുണ്ട്, അതുപോലെ തന്നെ ക്ലറിക്കൽ റോൾസുകളുണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസുകളുണ്ട്. ഇതാണ് ഈ ഒരു ടേബിളിൽ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാറല്ലേ? ഇങ്ങനെ മതിയോ? ടേബിള് സ്റ്റാർട്ട് ചെയ്താൽ അത് കംപ്ലീറ്റ് ആവില്ല, ഒരെണ്ണം കംപ്ലീറ്റ് ആവില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടേബിള് ഫസ്റ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മതിയോ? നിങ്ങൾ എടുത്ത് അധികം ഞാൻ ബോറാക്കണില്ല. ബോറടിച്ചോ ക്ലാസ്സില്? ബോറിംഗ് ഉണ്ടായിരുന്നോ? ബോറടിച്ചോ ചാപ്റ്റർ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഇതില്ലേ, എല്ലാവരും ഉറക്കണോ? ഇല്ല. ഓക്കെ, ബോറൊന്നും അടിക്കല്ലേ, നമുക്ക് നന്നായിട്ട്. ഇനി ടേബിളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ചിലപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ഫൈൻഡ് ഔട്ട് ആണ്, പോണം പഠിക്കാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ടേബിൾ ആണ്. ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.